നമസ്കാരം. ന്യൂസ് മാഗസിൻ മലയാളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം സംബന്ധിച്ചതും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതം സംബന്ധിച്ച ഏറ്റവും പുതിയ അറിയിപ്പാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, സംസ്ഥാനത്ത് മെയ് മാസത്തിൽ 1600 രൂപയുടെ കൂടെ ഒരു മാസത്തെ പെൻഷൻ കുടിശ്ശിക കൂടി കൂട്ടിച്ചേർത്ത് 3200 രൂപയാണ് വിതരണം ചെയ്യുവാൻ പോകുന്നത്. ഇനിയിപ്പോൾ 7-8 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മളുടെ പെൻഷൻ തുക നമ്മളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കുമൊക്കെ എത്തിച്ചേരും. ഇതിനു വേണ്ട നടപടിക്രമങ്ങളൊക്കെ സംസ്ഥാന സർക്കാർ പൂർത്തിയാക്കുകയും പെൻഷൻ വിതരണത്തിനുള്ള തുക, അതായത് ഏകദേശം 1800ഓളം കോടി രൂപയാണ് ഇത്തരത്തിൽ 2 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക 62 ലക്ഷത്തോളം പേർക്ക് വിതരണം ചെയ്യുവാൻ സംസ്ഥാന സർക്കാരിന് ഈ മാസം ആവശ്യമായി വരുന്നത്. ഇത് കടപ്പത്രത്തിലൂടെയും അല്ലാതെയും കടമെടുത്തും ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഈ ഒരു തുക കൂടി കൈമാറിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മളുടെ ആ ഒരു പെൻഷൻ തുക, അതായത് നമ്മൾ കാത്തിരിക്കുന്ന 3200 രൂപ നമ്മളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കുമൊക്കെ എത്തിച്ചേരും. നമുക്കറിയാം, ജൂൺ 2-ന് നമ്മളുടെ സംസ്ഥാനത്തെ പുതിയ അധ്യയന വർഷം ആരംഭിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോകുന്ന കുടുംബങ്ങളിലേക്ക് ഈ ഒരു 3200 രൂപ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായി എത്തുമ്പോൾ അത് വലിയ ഒരു ആശ്വാസമാകും. വയസ്സായ ആളുകൾക്ക് മരുന്നും മറ്റും വാങ്ങുന്നതിനും അതോടൊപ്പം തന്നെ കുഞ്ഞു കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന കുടുംബങ്ങളുണ്ടെങ്കിൽ ആ കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങൾ വാങ്ങുന്നതിനുമൊക്കെ ഈ ഒരു തുക സഹായമാകുമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നമുക്കറിയാം, സംസ്ഥാനത്ത് 2 രീതിയിലാണ് പെൻഷൻ വിതരണം ചെയ്തത്. അതായത് ഒന്ന്, ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് സംസ്ഥാന സർക്കാർ നേരിട്ട് പെൻഷൻ തുക നിക്ഷേപിക്കുകയും മറ്റൊന്ന് 23ഓളം ലക്ഷം ആളുകൾക്ക് നമ്മളുടെ സഹകരണ ബാങ്കിലെ ഉദ്യോഗസ്ഥർ വീടുകളിലേക്ക് എത്തിയുള്ള പെൻഷൻ വിതരണവും ഇന്ന് സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട്. ഇത്തരത്തിൽ സമഗ്രമായ ഒരു പെൻഷൻ പദ്ധതി നടപ്പാക്കി വരുന്ന ഒരു സംസ്ഥാനമാണ് നമ്മളുടെ ഈ ഒരു കൊച്ചു കേരളം. അപ്പോൾ 23 ലക്ഷത്തോളം ആളുകൾക്ക് വീടുകളിൽ കൊണ്ട് പെൻഷൻ കൊടുക്കുന്നത് നമ്മളുടെ സഹകരണ ബാങ്കിലെ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ അവർ ചുമതലപ്പെടുത്തുന്ന ആളുകളോ ഒക്കെയാണ്. അപ്പോൾ ഇവർക്കുള്ള ഇൻസെൻറ്റീവ്, അതായത് ഒരാൾക്ക് 30 രൂപ വീതമുള്ള ഇൻസെൻറ്റീവാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരുന്നത്. അത് 6 മാസത്തെയോളം കൊടുക്കുവാൻ ബാക്കിയുണ്ടായിരുന്നു. അത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഇപ്പോൾ തുക അനുവദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ സംസ്ഥാനത്തൊട്ടാകെ സഹകരണ ബാങ്കിലെയോ അല്ലെങ്കിൽ അവർ ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥർക്കാണ് ഈ ഒരു തുക ലഭിക്കുക. നമുക്കറിയാം, 23ഓളം ലക്ഷം ആളുകൾക്കാണ് സംസ്ഥാനത്തിൽ മുഴുവൻ ഇത്തരത്തിൽ സഹകരണ ബാങ്കിലെ ഉദ്യോഗസ്ഥർ വീടുകളിലേക്ക് എത്തിയുള്ള പെൻഷൻ വിതരണം ചെയ്യുന്നത്. അപ്പോൾ ഇവർക്കുള്ള ഇൻസെൻറ്റീവ് തുകയായ 40.5 കോടി രൂപ 40.50 കോടി രൂപയാണ് ഇന്നലെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായി ഇവർക്കുള്ള ഇൻസെൻറ്റീവിൻ്റെ ഭാഗമായി അനുവദിച്ചിട്ടുള്ളതെന്ന് ബഹുമാനപ്പെട്ട ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചിട്ടുണ്ട്. നമ്മളിൽ പെൻഷൻ പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകളെ പോലെ തന്നെ സന്തോഷം തരുന്ന ഒരു അറിയിപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ പെൻഷൻ വിതരണം ചെയ്യുന്ന ആളുകൾക്കുമുള്ള ഇൻസെൻറ്റീവ് തുകയായാണ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളതെന്ന് ഇത്തരത്തിലുള്ള ആളുകൾക്ക് വളരെ സന്തോഷം തരുന്ന ഒരു അറിയിപ്പ് തന്നെയാണ്. 6 മാസത്തെ ഇൻസെൻറ്റീവാണ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത്. 40.5 കോടിയോളം രൂപയാണ് ഇത്തരത്തിൽ പെൻഷൻ വിതരണം ചെയ്യുന്ന ആളുകൾക്ക് ഈ അടുത്ത ദിവസങ്ങളിൽ ലഭിക്കുവാൻ പോകുന്നത്. നമുക്കറിയാം, സംസ്ഥാനത്തൊട്ടാകെ ഇത്തരത്തിലുള്ള ആളുകൾക്ക് വലിയ സന്തോഷം തരുന്ന ഒരു അറിയിപ്പ് തന്നെയാണിത്. ഇനി മെയ് മാസത്തെ പെൻഷൻ വിതരണത്തിൻ്റെ തീയതി ഏകദേശം 20-ാം തീയതിയോടുകൂടി വിതരണം ആരംഭിക്കാൻ കഴിയുമെന്നും നമുക്ക് സൂചന ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തുക 3200 രൂപയായിരിക്കും, അക്കൗണ്ടുകളിലേക്കായിരിക്കും പെൻഷൻ തുക ആദ്യം എത്തിച്ചേരുക. എല്ലാ പ്രാവശ്യവും നമുക്കറിയാം, അക്കൗണ്ടുകളിലേക്ക് ആദ്യം എത്തുകയും പിന്നീട് 2-3 ദിവസത്തിനുള്ളിലാണ് സഹകരണ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരൊക്കെ നമ്മളുടെ വീടുകളിലേക്ക് എത്തിയുള്ള വിതരണം ആരംഭിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ പെൻഷൻ വിതരണം ചെയ്യാൻ വരുന്ന ആളുകൾക്ക് 1 രൂപ പോലും പാരിതോഷികം കൊടുക്കരുത് എന്ന് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നേരത്തെ അറിയിപ്പുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരും ഇത്തരത്തിൽ കൊടുക്കേണ്ടതായിട്ടില്ല. കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം കൂടി കൂട്ടിച്ചേർത്തായിരിക്കും സംസ്ഥാനത്ത് ഈ മാസത്തെ പെൻഷൻ വിതരണം നടക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ പെൻഷൻ വിതരണ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടി കാണുവാൻ ശ്രദ്ധിക്കുക. താങ്ക്